തിക്കിലിക്കൂടെ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും അടുത്തിരിക്കുന്നത് സുധീഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ആരാ വിളിക്കുന്നേ, നീ എനിക്ക് ഫോൺ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ എൻ്റെ ഫോണ്, ഞാൻ തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആരെങ്കിലും ഫോൺ വിളിക്കും, അത് ചേട്ടത്തി എന്നാണോ എപ്പോഴും വിചാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സുധീഷാണെങ്കിൽ ഒരു നാണത്തോട് വീണ്ടും പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുമോ, ഒന്ന് വിളിക്കുമോ, ഒരു വീഡിയോ കോൾ വിളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വീഡിയോ കോൾ വിളിച്ചാൽ എനിക്ക് കൂടെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നികേഷ് പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പം കാണണ്ട, നിങ്ങൾ ഓടിച്ച് വിട്ടിട്ട് ഇനി കാണാനോ, ഇനി പോയി കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ, ബാക്കിയുള്ളൊരു കാര്യം അന്വേഷിക്കുകയും വേണ്ടല്ലോ, പണ്ടേയുള്ള സ്വഭാവം അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട്, നീ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി, എൻ്റെ കാര്യം ഞാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അങ്ങനെ സുധീഷാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് സുഭാഷ് വരുന്നുണ്ട്. സുഭാഷ് വന്നിട്ട്, എന്താ ഇവിടെ രണ്ടുപേരും കൂടെ സംസാരം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റിരിക്കുക നികേഷ്. എന്നിട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും പെട്ടെന്ന് എന്താ ഒരു വല്ലായ്കയെന്ന് തോന്നി നോക്കിയപ്പം പനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് സുധീഷ് പറയുക, ആണോ, എങ്കിൽ ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല, ചേട്ടൻ ജോലിക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത്. അങ്ങനെ സുഭാഷ് പറയും, സമയത്തിന് കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ എന്നൊക്കെ ഏൽപ്പിച്ചിട്ട് പോവുക. അങ്ങനെ സുധീഷിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നികേഷിനെ കൊണ്ട് വിളിപ്പിക്കുക, സംസാരിക്കുക, വീഡിയോ കോളിൽ കാണുക എന്നൊക്കെ ഒരു ഉദ്ദേശം സുധീഷിനുള്ളത്. ആ ഉദ്ദേശം നടക്കില്ല എന്ന് നികേഷ് പറയുന്നുണ്ട്. എന്തായാലും അവർ തമ്മിലുള്ള എപ്പിസോഡ് ഇന്ന് നല്ല രസമായിരിക്കും, അത് കാണണം എല്ലാവരും കേട്ടോ. എന്തായാലും ഓരോരോ എപ്പിസോഡിലും കാണുന്നത് പോലെ തന്നെ നികേഷും ഇന്നും നിധിയെ വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും പക്ഷേ സുധീഷ് അടുത്തില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതിരി സുഖമില്ല, അതുകൊണ്ടാണ് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ വിഷമം തോന്നുന്നുണ്ട് നിധിക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് വീണ്ടും ആലോചിക്കുന്നത്. സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് പറയാനുള്ള കേൾക്കണം, എന്തായാലും ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നണമെന്ന് സുഭാഷിൻ്റെ അടുത്ത് നിതീഷ് പറയുന്നുണ്ട്. എനിക്ക് നിധി എന്തു വെച്ചാലും വരും എന്ന് മനസ്സ് പറയുന്നു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിതീഷ് അകത്ത് പോയിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുക്കുകയും ഒരുപാട് നേരം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെന്നാൽ സുധീഷ് കേൾക്കാനില്ലായിരുന്നു, സുധീഷ് ഇല്ലാത്ത സമയത്താണ് വിളിച്ചത്. എന്തായാലും കുറച്ച് വിഷമിക്കട്ടെ എന്ന് നികേഷും വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ സുഭാഷ് സംസാരിക്കുന്നുണ്ട്. എപ്പോഴായിരുന്നാലും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. മടിയൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കാണ് ഭാസ്കരൻ അവിടെ വരുന്നത്. ഭാസ്കരൻ വന്നിട്ട് ചോദിക്കുക, ആരാ ഫോൺ ചെയ്യുന്നത്, നിങ്ങൾ എല്ലാവരുമായിട്ട് വീഡിയോ കോളിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിധി ചേച്ചിയാന്ന് നികേഷ് പറയുന്നുണ്ട്. ആണോ, ഞാനൊന്ന് തിരക്കിയതായി പറയണമെന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ. അങ്ങനെ തിരക്കിയെന്ന് പറഞ്ഞെന്ന് പറയുന്നുണ്ട് നിധിയുടെ അടുത്ത് നികേഷ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നാൽ ആ സമയം അവിടെ സുധീഷ് ഇല്ലായിരുന്നു. സുധീഷാണെങ്കിൽ ഇന്നും അതേ സമയത്ത് നിധിയെ കാണാൻ വേണ്ടി പോയിരിക്കുക ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ അവിടെ പോയിരുന്ന ഇന്നാണെങ്കിൽ ലവിൻ്റെ ബലൂണൊക്കെ കൊണ്ടുപോയിട്ട് നിധിയെ കാണാൻ വേണ്ടി സോറി എന്നൊക്കെ എഴുതിയിട്ടാണ് പോയി നിൽക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് ഫ്രണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് നിധിയുടെ അടുത്ത്, എന്താ വിഷമിച്ചിരിക്കുന്നത്, എന്തായിരുന്നാലും അയാൾക്ക് നല്ല വിഷമമുണ്ട്, ഒന്ന് സോറിയൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്നെ ക്ഷമിച്ചുകൂടെ, അറിയാതെ പറ്റിയതായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് ക്ഷമിക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല എന്നൊക്കെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും അതുവരെ ഒന്ന് വന്ന് നോക്കണം, പുറത്തൊന്നും നിൽക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ പുറത്ത് പോവുകയും സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി എന്നെ ഇവിടെ വന്ന് ശല്യം ചെയ്യില്ലെന്ന് ഞാൻ വന്നപ്പോഴേ പറഞ്ഞതല്ലേ, ഫോൺ വിളിച്ചപ്പോഴും പറഞ്ഞു, പിന്നെ എന്തിനാ ഇനി എന്നെ ശല്യം ചെയ്യാൻ വരുന്നതെന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് നിധി. അപ്പോഴത്തേക്കും സുധീഷ് പറയുക, എൻ്റെ അടുത്ത് ക്ഷമിച്ചു എന്ന വാക്ക് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ അങ്ങനെ എങ്ങനെ പറയാനാ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആദ്യമേ തീരുമാനിച്ച കാര്യം അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞു. അത് കേട്ടിട്ട് നിധി ചോദിക്കുക, എന്താ കാര്യം, എനിക്കത് അറിയണമല്ലോ, അത് അറിയാനുള്ള കാര്യം തന്നെയാണ്, എന്നാലും എൻ്റെ അടുത്ത് ക്ഷമിച്ചു എന്ന വാക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി പറയുക, എനിക്ക് വേറെ വിഷമമൊന്നുമില്ല, ഞാൻ ക്ഷമിച്ചെന്ന് പറയുകയും അങ്ങനെ സുധീഷ് സന്തോഷത്തോടെ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ വീട്ടിൽ പോയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് സുധീഷ് വരുന്നത്. ഇത് കേട്ടിട്ട് പറയുന്നുണ്ട് സുഭാഷ്, എന്താ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി? അത് എന്തോ കാര്യമുണ്ട് എന്ന് നികേഷും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, ഞാനത് പറയില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാം. അകത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം അത് സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞ കാര്യം? ഞാൻ നിധിയുടെ അടുത്ത് പോവുകയും നിധിയുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറയുകയും ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും നിധിയുടെ ഭാഗത്തു നിന്നും എൻ്റെ മനസ്സ് പറയുന്നു എന്ന് സുധീഷ് എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സുധീഷും നിധിയും ഒന്നിക്കുമെന്ന്.